ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു കിടിലൻ കുറച്ച് എക്സ്പെരിമെൻ്റൽ വീഡിയോകളായിട്ടാണ്. നമ്മുടെ കയ്യിൽ ഇന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർ. ഈ ഫ്ലിപ്കാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർ നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് എല്ലാ വണ്ടികളും നമുക്ക് ഓടിച്ചു കയറ്റാൻ പറ്റും. ഈ വണ്ടികളൊക്കെ ഓടിച്ചു കയറ്റുമ്പോൾ ഈ വണ്ടികളൊക്കെ മറിഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് റിയൽ ലൈഫായിട്ടുള്ള GTA കൂടെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോയി നമുക്ക് റോഡുകളിൽ പോയി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ വണ്ടിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, ആൾക്കാർക്കൊക്കെ എന്താണ് ഈ വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായം നോക്കാം. ആഹാ, കിട്ടില്ല വണ്ടി, ഒരു രക്ഷയില്ല. സ്റ്റാർട്ടായപ്പോൾ സൗണ്ട് കേട്ടാ, അടിപൊളി സാധനം. തീയൊക്കെ വന്നിട്ടാ, പൊളി സാധനം. നമുക്ക് വണ്ടി വയ്യ മൂവ് ചെയ്ത് നോക്കാം. വിഷയം സാധനം. റോഡ് പ്രസൻസ് നോക്കിയ വണ്ടിയുടെ അടിപൊളി റോഡ് പ്രസൻസ് ആണ് കേട്ടാ. അടിപൊളി. ആൾക്കാരുടെ എക്സ്പ്രഷൻസ് നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് സിറ്റി നടുക്കോട്ട് പോവാ. ഫയർ സ്പീറ്റിങ് കലക്കണം കേട്ടോ. അതിന്റെ നമുക്ക് സിഗ്നലിലേക്ക് കടന്നു പോകാം, എന്നാലേ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ആൾക്കാരൊക്കെ അതേ നമ്മുടെ വല്ലാണ്ട് നോക്കുന്ന ഒരു ആൾക്കൂട്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് വണ്ടി ഒന്ന് പൊട്ടിച്ചു നോക്കാം. ആൾക്കാരുടെ എക്സ്പ്രഷൻസ് നോക്ക് ഗൈസ്. ആ ചേച്ചി നടന്ന് തിരിച്ചു കൊടുക്കും പേടിച്ചിട്ട്. പേടിക്കണ്ട ചേച്ചി, ഒന്നും ചെയ്യത്തില്ല. അതെ, കണ്ട ആൾക്കാരുടെ എക്സ്പ്രഷൻസ് കണ്ട, കൊള്ളാല്ലേ? അവർക്ക് അവര് പോയി ഗൈസ്. അവര് പേടിച്ചു പോയി. നമുക്ക് അന്നൊരു കാര്യം ചെയ്യാം, പതുക്കെ ഈ വണ്ടി മൂവ് ചെയ്ത് സിഗ്നൽ നിർത്താം. ഓക്കെ, ഇവിടെ നിർത്തി കഴിയുമ്പോൾ അടുത്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് നോക്കാം. റിയാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ ആൾക്കാർക്ക്. ഇവിടെ ആരും ഇല്ലേ? ഈ ഭാഗത്തൊന്നും ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ടാണ് റിയാക്ഷൻ കാണാൻ പറ്റുള്ള. കുഴപ്പമില്ല. നമുക്കപ്പോൾ ആദ്യം നമുക്ക് ഈ വണ്ടി ഫ്ലിപ്പ് ആകുമെന്നാണ് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കണ്ടേക്കുന്നത്. നമുക്ക് സിഗ്നൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഫ്ലിപ്പ് ആവില്ല എന്നുള്ള കാര്യം നമുക്കൊന്ന് നമ്മുടെ റിയൽ ഈ വണ്ടികളിലൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും സ്ട്രെയിറ്റ് എന്ന് തട്ടണമെന്ന് എനിക്ക് തോന്നുന്നു ബെറ്റർ എനിക്ക് തോന്നുന്നു നമ്മൾ ഓപ്പോസിറ്റ് വന്നവരിൽ ചെന്ന് തട്ടിക്കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, ഓപ്പോസിറ്റ്. ഇയാള് വേണ്ട കളിക്കണ്ട. നമ്മുടെ വണ്ടി ഇത്തിരി വിഷയമാണ്, എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കാൻ പതുക്കെ. ഓക്കെ, പിന്നെ എന്താ സംഭവിക്കുന്നത്? പറന്നൊക്കെ പോകുന്നു വണ്ടികൾ. കൊള്ളാട്ടോ, അത് കലക്കി. ഡാർക്ക്. സീൻ ഇങ്ങനെ സംഭവിക്കോ? അടിപൊളി. ഇത് വിഷയം സാധനമായിട്ട് നമ്മള് പറന്നടിച്ചു പോണു എല്ലാവരും. എല്ലാ സൈഡിൽ നിന്നും മുന്നോരെയൊക്കെ പറന്നടിച്ചു പോണു. ഓക്കെ, കാറുകൾ അപ്പൊ അടിപൊളിയായിട്ട് ഫ്ലിപ്പ് ആകും ഗൈസ്. കാറ് ഫ്ലിപ്പ് ആവാനായിട്ട് ഒരു തർക്കമില്ല. കാറുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് കമന്ന് പറന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഇനി ട്രൈ ചെയ്യാൻ പോണത് നമ്മൾ കുറച്ച് വലിയ വണ്ടികൾ, നമുക്ക് വാൻ പോലത്തെ വണ്ടികളിലൊക്കെ പോയി ട്രൈ ചെയ്യാം. ഇയാള് വേണ്ട, ഒരു പാവപ്പെട്ടവനാന്ന് തോന്നുന്നു. തിരിച്ചോട്ടെ. ഇയാളെ കണ്ടിട്ട് അത്ര നല്ല ഭംഗിയില്ല. വേണ്ട, ഇയാള് സ്പീഡില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ ചെന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ചെന്നിരിക്കുക. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വലിയ റോഡാ, ഒരു വാൻ വന്നുണ്ട് കാര്യം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പോക്കുണ്ടായിരുന്നു, കറങ്ങി തിരിഞ്ഞു പോയി. പൊളി, അത് അടിപൊളിയായിട്ടാ. നെക്സ്റ്റ് നമുക്ക് ഇതേ സെയിം രീതിയിൽ എടുത്തിട്ട് നമുക്കിത് പോരാ. നമുക്ക് ഹൈവേ കണ്ടുപിടിക്കാം ഗൈസ്. ഹൈവേ ചെന്നിട്ട് അതാകുമ്പോൾ അവിടെ വലിയ ട്രക്കുകളൊക്കെ കാണും. ആ ട്രക്കുകളെയൊക്കെ നമുക്ക് ചെന്ന് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹൈവേയിലേക്ക് കയറി, ഹൈവേന്ന് എക്സിറ്റിൽ നമ്മൾ കയറി ഒരു സൈഡിൽ നിന്ന് കയറി കയറി പൊക്കത്തോട്ട് പോവാം. എന്നൊരു വണ്ടി അടിപൊളി കേട്ടോ. മാറിക്കോ. ഫോൺ ഉണ്ടോ നോക്കട്ടെ വണ്ടിക്ക്. ഫോൺ നോർമൽ ഫോൺ ഉണ്ടോ? മെയിൻ ഹൈവേയിലേക്ക് റൈറ്റ് എടുത്ത് നമ്മളിതാ കയറുന്നു. ഓക്കെ, ഓൺ ദ വേ പോകുമ്പോ എല്ലാവരും ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് ഇനിയിപ്പോൾ ആർക്കും അങ്ങനെ പെട്ടെന്ന് അടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കുറച്ച് സീനാണ്. ബസ് വന്നിട്ട് വേണ്ട, വിട്ടേക്കാം. ഹൈവേ പൊക്കത്തുണ്ട്. ആ ഹൈവേയിലാണ് നമുക്ക് കയറേണ്ടത്. അതിന്റെ എൻട്രി എനിക്ക് തോന്നുന്നു നമ്മള് ഈ വഴി കയറാം. നമുക്ക് റോങ് സൈഡ് നമുക്കൊരു പ്രശ്നമല്ലല്ലോ. നമ്മള് ഓക്കെ, ഹൈവേയിലേക്ക് നമ്മൾ കയറുന്നു. മറിക്കോ.
നമ്മുടെ വണ്ടിക്ക് ഒന്നും പൊളിയാതെ അയാളൊക്കെ പേടിച്ച് റോട്ടിൽ നിന്ന് മാറുന്നത്. പേടിക്കണ്ട, ഇപ്പൊ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഹൈവേ കയറി കഴിഞ്ഞാൽ എല്ലാരും പേടിക്കണം. നമ്മുടെ മറിക്കോ അതോ മരത്തിന്റെ ട്രക്കൊക്കെ പോണ്ടോ, കുറെ വണ്ടികളുണ്ട്. നമുക്കപ്പോ ഒന്ന് നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ട്രാക്ക് കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബേൺ ഔട്ട് അടിക്കാം. ബേൺ ഔട്ട് അടിച്ചു നോക്കാം. ടയറൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. അടിപൊളി, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കടക്കാം. ഓക്കെ, പൊള്ളി. നെക്സ്റ്റ് പിടിക്കാൻ പോണ പിടുത്തം കണ്ടോ കേട്ടോ. നമ്മൾ മെയിൻ വലിയ വലിയ വണ്ടികളിലേക്ക് എന്നാണ് കയറാനുള്ള പ്ലാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം, വലിയ വണ്ടികൾ പോരാ, ഈ സ്പീഡ് പോരാ. ആഹാ, ഈ POV കൊള്ളാം, ഇത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വിളിക്കാം. വാ, പോരാ പോരാ പോരാ, സ്പീഡ് പോരാ. ഓ, എല്ലാരും പറക്കണുണ്ട്. ബസ് ബസ് ബസ്. ഓ, വിഷയം. ഓ, ട്രക്കൊക്കെ പറക്കണോ ഗൈസ്. സീൻ. വലിയ ട്രക്ക്, വലിയ ട്രക്ക്. അയ്യോ, നമ്മൾ മരിച്ചുപോയി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് വണ്ടി വീണ്ടും എടുക്കാം. നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയി. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്തായാലും സെയിം ചലഞ്ച് തന്നെ ചെയ്യും. തിരിച്ച് ജനിച്ച് വന്നു. നമുക്കിനി നമ്മുടെ വണ്ടി എടുക്കാം. ഫ്ലിപ്കാർ നമ്മുടെ കയ്യിൽ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ജനിച്ച വഴി നമുക്കത് കിട്ടി. പിന്നെ ഇപ്രാവശ്യം നമ്മളൊന്നും നോക്കുന്നില്ല ഗൈസ്. എല്ലാവരെയും ഇപ്രാവശ്യം പോണ വഴി എല്ലാവരെയും തീർക്കുവാണ് ഗൈസ്. ഈ വഴി ഇടിച്ച് തീർക്കും. ഓ, പവർ കിട്ടണം കേട്ടോ. മൂവ്മെന്റ് കുറവായോണ്ടാണ് തോന്നുന്നത്. എല്ലാവരും പോട്ടെ. അടിപൊളി, വെരി ഗുഡ്. എവിടെ ഹൈവേ എവിടെ? അതെ, ഇയാളെ ഇടിച്ച് പറത്തി കളയാം. അടിപൊളി വിഷയം. സാധനോട്ട് നമ്മൾ വിചാരിച്ച പോലത്തെ സാധനം അല്ല ആക്ച്വലി. ഓ, ഡാർക്ക് സാധനം. പൊളി പൊളി. എറിയണം എല്ലാത്തിനെയും. ഇയാളും പോട്ടെ. നമ്മുടെ ഹൈവേ എത്തി ഗൈസ്. എനിക്കൊരു വലിയൊരു ട്രക്കിനാണ് ഞാനിപ്പോ ലക്ഷ്യം വെക്കണത് ആക്ച്വലി. വലിയ ട്രക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാരണം വലിയ ട്രക്കുകൾ കാണാൻ നല്ല. ചേട്ടാ വേണ്ട, മാറിയെന്നോ. പ്രശ്നക്കാരാണ് നമ്മള്. ലോറിയൊന്നും നമുക്കൊരു വിഷയമേ അല്ല. എല്ലാവരും അടിച്ചു പൊളിക്കും. മാറിക്കോ. ലോറി. ഓക്കെ, ഹൈവേയിലേക്ക് കയറാം. വീണ്ടും ഹൈവേയിലേക്കാണ്. ഓ, പൊളി. ഇത് ഓസമായിരിക്കും ഗൈസ്. അയ്യോ, ചമ്മിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ജേണി. ഇനിയാണ് ബിഗ് ഫ്ലിപ്പിങ്ങിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. ബസ്, കാറ് മുതലായവ എല്ലാം നമ്മൾ ഫ്ലിപ്പ് ചെയ്യും ഗൈസ്. ഓ, സീൻ. വിഷയമായിട്ടാണ് ഫ്ലിപ്പ് ആകുന്നത് എല്ലാം. നമുക്ക് POV മാറ്റി നമ്മുടെ ഇതിനകത്തേക്ക് വെക്കാം. ഫ്രണ്ട് വ്യൂ ക്യാമറയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അറിയൂ. ഒരു ലോറി സ്ട്രൈറ്റ്. ഓ, സീൻ. അത് കുറച്ച് നൈസാണ്. സീനായിരുന്നു കേട്ടോ. ഓഹോ, ഒരാള് മറിയട്ടെ. എല്ലാരും മറിയട്ടെ. ഒരു വണ്ടി വന്നുണ്ട്. അടിപൊളി സീനാട്ടോ അത്. ഇത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമായിട്ട്. ഈ സാധനത്തിൽ ഇത് അറിയണത് അടിപൊളിയായിട്ട് അറിയണുണ്ട്. കണ്ടോ? ഓ, ഇയാളുടെ വണ്ടി എന്താ പറയാനേ? ആ, അങ്ങനെ പറയല്ലേ, പറയാണ്ടിരിക്കരുത്. ഓ, ഞാൻ ഒരു വലിയ ഒരു ട്രക്ക്. ഓ, വിഷയം. നമുക്കിനി സ്ട്രെയിറ്റ് പോയിട്ട് നമ്മുടെ എനിക്കൊരു വലിയ ലോറിയാണ്. ഇതൊക്കെ ചെറുതാ. ഒരു കണ്ടെയ്നർ പോലത്തെ വലിയ ലോറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിനെ ശരിക്കും നമുക്ക് പറപ്പിച്ച് കളയാൻ പറ്റുമോ നോക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. എവിടെ ഇവനൊക്കെ ചെറുതാ, വലുതാവനും. ഓ, ഒന്ന് നമ്മളെ മറിക്കാൻ സമ്മതിച്ചില്ല ഗൈസ്. നമുക്ക് മറിക്കാൻ പറ്റുമോ നോക്കാം അവനെ. അവൻ ഇവിടെ നിന്നല്ല, ദൂരെ നിന്നൊന്നും മറിച്ചളയാ. നമ്മളങ്ങനെ മറിക്കാൻ പറ്റാതായിട്ട് ഒന്നുമില്ല ആക്ച്വലി. ഇവിടെയുള്ള എല്ലാ സാധനവും നമുക്ക് മറിക്കാൻ പറ്റും. എവിടെ അവൻ? മറിഞ്ഞു പോടാ നീ. മറിയൂ എല്ലാരും പറഞ്ഞു. ഫ്ലിപ്കാർ വിഷയം സാധനം കേട്ടോ. നമ്മൾ വിചാരിച്ചവരല്ല. ഫ്ലിപ്കാർ ഈസ് സംതിങ് ഗ്രേറ്റ്.
കിട്ടുന്ന സാധനമാണ്. ഇതാ അടിപൊളി. ഓ അടുത്ത പോട്ടെ. നെക്സ്റ്റ് ഇതാ ഒരു ലോറി വന്നിട്ടുണ്ട്. ലോറിയല്ല ട്രാച്ച്. ഇതാ ഒരു വിഷയം. യെസ് ദാ ഓ ഡാർക്ക് അടിപൊളി. അതാ ഒരു ട്രക്ക് വന്നിട്ടുണ്ട്. ഓ എല്ലാവരും പറത്തി കളഞ്ഞു ഗൈസ്. ഒരു വിചാരിച്ച പോലെ എല്ലാ സാധനം ഇത്രയും വിഷയമാണ്. മിക്സർ മെഷീനൊക്കെ നമ്മള് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മൾ പോണത്. ഓ എല്ലാരും തെറിപ്പിക്കുന്നു. കൊള്ളാം പൊള്ളി. നെക്സ്റ്റ് എല്ലാവർക്കും നമ്മൾ അത്രക്ക് പൊളിയാനുണ്ട്. പക്ഷെ പൊളിച്ചിട്ട് കാര്യമില്ല. ഇതാ ബസ്സിനൊക്കെ മറിച്ചു. പൊള്ളി. അത് ഇതാ ഒരു ബസ് കൂടെ ഉണ്ട്. ഓ ഇതാണല്ലേ സംഭവിക്കുന്നത്. ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്ര സാധനങ്ങൾ നമ്മൾ മറിച്ച സ്ഥിതിക്ക് നമുക്ക് ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണം കഴിയും. നമുക്ക് റെയിൽവേ ട്രാക്ക് പരിസരത്ത് പോയിട്ട് ട്രെയിൻ മറിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. കാരണം ട്രെയിനും കൂടി മറിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ ഫ്ലിപ്കാർട്ട് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ ട്രെയിനും കൂടെ മറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നും കീഴടക്കാനായിട്ട് ഒന്നുമില്ല. എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. ഇനി അതിനുവേണ്ടി നമ്മൾ ആദ്യം എവിടെയാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ കൂടെയാണ് ട്രെയിൻ പോകുന്നത് എന്നുള്ള സാധനം. അത് ആക്ച്വലി എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പറയൂ ഗൈസ്. ആർക്കെങ്കിലും അറിയുമോ? അറിയില്ലല്ലേ. ഓ നമുക്ക് സ്ട്രെയിറ്റ് പോയി നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും റെയിൽവേ ട്രാക്ക്. റെയിൽവേ ട്രാക്കിൻ്റെ അകത്ത സ്ഥലം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഓണ വഴിക്ക് എല്ലാവരും ഇടിച്ചെറുപ്പിച്ചേക്കാം ചുമ്മാ ഒരു രസത്തിന്. ആഹാ വന്ന് കയറും നമ്മുടെ വണ്ടിയിൽ. ഓ വിഷയമായിട്ടാണ് ആക്ച്വലി ഫ്ലിപ്പ് ആവണത്. നമ്മളിതാ ഫ്ലിപ്പായി കഴിയുമ്പോൾ അവരൊക്കെ പോണ പോക്ക് കണ്ട. പൊളി. വൈൻ കൂടെ എത്തി ഗൈസ്. അപ്പൊ ഈ ഭാഗത്തൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ അല്ല, റെയിൽവേ ട്രാക്ക് പരിസരത്തേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. ഇത് ശരിക്കും ഫണ്ണാട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ല, അങ്ങനെ രീതിയിൽ ഫണ്ണാണ് ഇത് ചെയ്യണത്. ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ സാധനം ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. പറത്തിയാണ് കൈസ് കളണത് എല്ലാവരും. ഓ ഇവൻ പോണുണ്ടോ? അയ്യോ അവൻ പോയില്ല. ജീവിച്ചോക്കോ. ഇവിടെയാണെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്നുള്ളതാണ് ഒരു വിഷയം. ചേച്ചി മുമ്പിൽ വരല്ലേ? ട്രക്ക് വരെ മറിച്ചിരുന്ന ആൾക്കാരാണ്. എവിടെ റെയിൽവേ ട്രാക്ക്? റെയിൽവേ ട്രാക്കിൽ പോയിട്ട് വേണം ട്രെയിൻ മറിച്ച്. ബസ് പോട്ടെ. പൊള്ളി. എവിടെയെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ കറങ്ങി നോക്കാം. ഒരു പാലം ആണോ? പാലമല്ല, ഇവിടെ ഉണ്ടാവില്ല. ഹിൽ സൈഡ് അല്ലേ? ഹിൽ സൈഡിൽ ട്രാക്ക് ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് ഔട്ട്സൈഡ് ഇത് പിടിച്ച് പോവാം. കസിനോനകത്ത് എന്നിട്ട് അവിടുത്തെ റിച്ച് ആൾക്കാരുടെ വണ്ടിയൊക്കെ മറിച്ചിട്ട് അതൊരു പാലം കാണുന്നുണ്ട് ഗൈസ്. ഇത് ഹൈവേ ആണ്. ഹൈവേയിൽ ഉണ്ടാവാനും വഴിയില്ല. ഹലോ ഗായ്സ്, പറഞ്ഞ പോലെ ഇതാ റെയിൽവേ ട്രാക്ക് കിട്ടിയല്ലോ ഫൈനലി. ഒരു ട്രെയിനും പോകുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ആദ്യം ഈ സൈഡിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ ഇങ്ങോട്ടല്ല. അയ്യോ ട്രെയിൻ പോലെ ഈ വഴിയാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ചാടാം. റെയിൽവേ സ്റ്റേഷനകത്തൂടെയാണെന്ന് തോന്നുന്നു നമ്മൾ പോണത്. പൊളി. ഈ വഴി ഇത് എങ്ങോട്ട് പോയ ട്രെയിൻ?
അയ്യോ അത് എവിടെയാണ് നമ്മൾ കണ്ടത്? ഓക്കെ നോക്കട്ടെ കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമാണ്. അതാ ആ സൈഡിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ റോങ് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ചാടാം. അങ്ങോട്ട് കിടക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇതുവഴി പോയി കഴിഞ്ഞാൽ വണ്ടി മുങ്ങിപ്പോകും. വേണ്ട, റിസ്ക് എടുക്കണ്ട. നമുക്ക് വണ്ടി ആക്ച്വലി നല്ല സ്പീഡിൽ പോയിട്ട് ചാടിക്കാൻ പറ്റാമെന്ന് നോക്കിയാലോ ഗൈസ്? അതെന്തായാലും പറ്റില്ല. അപ്പം നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും സൈഡിലൂടെ കയറാൻ പറ്റുമോ നോക്കാം. അതേ ഉള്ളൂ നമുക്ക് ആകെയുള്ളൊരു വഴി. നമ്മളിപ്പോൾ ആക്ച്വലി എവിടെയോ ഡ്രെയിനേജ് സൈഡിൻ്റെ ഒരു ഏരിയയിലേക്കാണ് കയറിപ്പോയത് അറിയാണ്ട്. വാവ്, റെയിൽവേ ട്രാക്കിൽ അങ്ങ് ആ സൈഡിൽ ഈ സൈഡ് തന്നെ കേട്ടോ. ഫൈനലി നമ്മളിത് എത്തിയിരിക്കുന്നു ഗൈസ്. ഇനിയൊരു ട്രെയിൻ, അതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. ട്രെയിൻ തപ്പിയുള്ള യാത്രയാണ് നമുക്കിനി. ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ മറിക്കാനായിട്ട് പണിയാട്ടാ. അയ്യോ, ട്രാക്ക് തീർന്നു പോയാ? ഇല്ല. ഓ മൂവിങ് ട്രെയിൻ ഇല്ല, നിർത്തിയിട്ടേക്കുവാണ്. മൂവിങ് ട്രെയിൻ വേണം നമുക്ക്. മൂവിങ് ട്രെയിൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം ഗൈസ്. മൂവിങ് ട്രെയിൻ കിട്ടാൻ എന്താ മാർഗം? ട്രാക്ക് എൻഡാണോ? ഓ ബുൾഷിറ്റ് ഗൈസ്, ട്രാക്ക് എൻഡായിരിക്കാണ് ഇവിടെ നിന്ന്. കുഴപ്പമില്ല, നമ്മൾ ഇപ്പോൾ വന്ന വഴിക്ക് ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നോക്കാം. നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്കുള്ള വഴി കയറി പോവാം. ഇവിടെയൊക്കെ നല്ല തിരമാലയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വേവ്സ്. ഓക്കെ പൊളി. ട്രെയിൻ വന്ന് ഗൈസ് നോക്കാം. ട്രെയിൻ ഫ്ലിപ്പ് ആവത്തില്ല ഗൈസ്. ട്രെയിനിട്ട് നമ്മൾ ഇതാകാൻ നോക്കി, നമ്മളാണ് ലാസ്റ്റ് പെട്ടത്. ട്രെയിൻ ഒരിക്കലും ഫ്ലിപ്പ് ആവില്ല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കിയോ, ഫ്ലിപ്കാർട്ടൊക്കെ ആയിട്ട് ട്രെയിനിന്റെ അടുത്തേക്ക് ആരും പോവാൻ നിൽക്കരുത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. പാളി ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നമുക്ക് ട്രെയിൻ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ട്രെയിൻ ഫ്ലിപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളത്തിലോ കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിലോ കിടക്കും. ട്രക്ക് മുതലായവ, ട്രക്ക്, വലിയ ട്രക്ക്, അതിൻ്റെ വലിയ ട്രക്ക്, ഏത് ട്രക്കാണെങ്കിലും നമുക്ക് മറിക്കാൻ പറ്റും, പ്രശ്നമില്ല. പക്ഷെ ട്രെയിൻ നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് വെക്കേണ്ട കാര്യമില്ല. അപ്പം അത് പ്രൂവണായി. ഒരിക്കലും നമുക്ക് ഫ്ലിപ്കാർട്ട് വെച്ചിട്ട് ട്രെയിൻ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇനി കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതേപോലെ ഏണിയുണ്ട്, ആ ലാഡർ വഴി പിടിച്ച് കയറാം. ഓക്കെ, നല്ല താഴ്ചയുള്ള സ്ഥലം. അതെ, കയറിക്കോ. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ പോലെ ഗൈസ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്ലിപ്കാർട്ട് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എക്സെപ്റ്റ് ട്രെയിൻ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വ്ലോഗ്.